നമസ്തേ. പൊള്ളുന്ന ചൂടിൽ കുളിരി ചൊരിഞ്ഞ് ആശ്വാസമാവേണ്ട വേനൽ മഴ ആർത്തലച്ച് ദുരന്തം വിതയ്ക്കുകയും കേരളത്തെ കുരുതിക്കളമാക്കുകയും ചെയ്താലോ? കൊച്ചിയിൽ, കളമശ്ശേരിയിൽ, ഇടപ്പള്ളിയിൽ, തൃക്കാക്കരയിൽ, തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, ഇടുക്കിയിൽ നാട് മുഴുവൻ നാശനഷ്ടമുണ്ടാക്കി തോരാതെ പെയ്യുന്ന മഴയെ പിടിച്ചു കെട്ടുക മനുഷ്യ സാധ്യമല്ല. മഴക്കെടുതികളുടെ കാഠിന്യം കുറക്കാനെങ്കിലും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരുന്നില്ലേ? കേരളം വീണ്ടും മഹാപ്രളയത്തിലേക്കോ? ഇത് ന്യൂനമർദ്ദമോ മേഘവിസ്ഫോടനമോ? ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. കുസാറ്റിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ്, BJP വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് ഹെൻറി ഓസ്റ്റിൻ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ്, തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രശ്മി കാർത്തിക എന്നിവ ചേരുന്നു ഈ സംവാദത്തിൽ. എല്ലാവരെയും, എല്ലാ അതിഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ആദ്യം ഞാൻ രശ്മിയിലേക്ക് പോവുകയാണ്. രശ്മി, ഇന്ന് അതിരാവിലെ തൊട്ട് തിരുവനന്തപുരത്ത് മഴ തിമിർത്ത് പെയ്യുകയാണ്. ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയ്ക്ക് ശമനം ഉണ്ട്, പക്ഷേ കെടുതികൾ അവസാനിക്കുന്നില്ല. എന്താണ് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനാവുന്നത് രശ്മി? വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. സമീപമുള്ള വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതലാണ് ഇവിടേക്ക് വെള്ളം കയറി തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ഈ വീടുകളൊക്കെ നിറഞ്ഞ് ഇരിക്കുകയാണ്, വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ മലയോര മേഖലകളിലായിരുന്നു തിരുവനന്തപുരത്ത് അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ്. പക്ഷെ മലയോര മേഖലകളിൽ രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തതിനെ തുടർന്ന് അതേ തുടർന്നാണ് ഇപ്പോൾ ഈ ബണ്ട് മുറിച്ചു കിടന്നത്. അതായത് കിള്ളിയാറിന് സമീപമുള്ള ബണ്ട് മുറിച്ച് ഈ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. കരമന, കിള്ളിയാറൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരിക്കുന്നു. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്തതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അരുവിക്കര ഡാമിന്റെ ഷട്ടർ തുറന്നിരുന്നു. അതും ഇത്തരത്തിൽ വെള്ളം നിറയുന്നതിന് ഒരു കാരണമായി. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാവിലെ 10 മണി മുതൽ ഇവിടെ വെള്ളം കയറി തുടങ്ങിയിട്ടും കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്, അതായത് വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്, അതുകൊണ്ട് പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ള യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടത്തിന്റെയോ നഗരസഭയുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്നും ആളുകൾ മാറി താമസിക്കണമെന്നുള്ളൊരു യാതൊരു തരത്തിലുള്ള ഒരു നിർദ്ദേശവും അധികൃതർ നൽകിയില്ല. ഇതേ തുടർന്ന് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ സുരക്ഷ തേടി സ്വന്തം നിലയ്ക്ക് അവർ ബന്ധുവീടുകളിലേക്കൊക്കെ മാറുകയാണ് ഉണ്ടായത്. ഇപ്പൊ നമുക്കത് കാണാൻ കഴിയുന്നില്ല. കാരണം വൈകുന്നേരത്തോടു കൂടി തന്നെ അവർക്ക് ഈ ഒരു സാഹചര്യം മനസ്സിലാകുകയും ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ അധികൃതർ യാതൊരു തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഒന്നും നൽകാത്തൊരു സാഹചര്യത്തിൽ ഇവർക്ക് പ്രദേശവാസികൾക്ക് തന്നെ സ്വയം തോന്നി, പ്രായമായവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, രോഗികളുണ്ട്, അതുകൊണ്ട് അവർ തന്നെ ഇവിടെ നിന്നും സ്വന്തം സുരക്ഷ തേടി മറ്റ് ഇടങ്ങളിലേക്ക്, ബന്ധുവീടുകളിലേക്കൊക്കെ മാറി താമസിക്കുകയായിരുന്നു. ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്രത്തോളം ഒരു പ്രദേശം വെള്ളക്കെട്ടിലാകുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും ഇടപെടലും ഒക്കെ നടത്തണം. മാത്രമല്ല, ഇതൊക്കെ വളരെ മലിനമായിട്ടുള്ള ജലമാണ്. ഈ ജഗതി ബണ്ട് റോഡിന് സമീപമാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട വഴി കൂടിയാണ്. ഈ സിഗ്നലൊക്കെ വിൽക്കാതെ ജഗതിക്ക് അപ്പുറ വശത്തേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി കൂടിയാണ്. ഇവിടെയാണ് ഇത്രത്തോളം വെള്ളം കയറിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ നിന്നപ്പോൾ ഇത്രമാത്രം വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ക്രമേണ ആ ഒരു ജലനിരപ്പ് ഉയർന്നു വരികയാണ്. വീടുകളിലുള്ള സാധനങ്ങളൊക്കെ ഏതാണ്ട് നശിക്കും എന്നുള്ളതാണ് ഈ വീട്ടുകാർ പറയുന്നത്. പക്ഷെ നേരത്തെ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് രശ്മി, സാധാരണ പേമാരി വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാറുണ്ട്. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകൾ വല്ലതും തുറന്നിട്ടുണ്ടോ? തീരദേശങ്ങളിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഉൾപ്പെടെ വലിയ രീതിയിൽ കടലാക്രമണം ഉൾപ്പെടെ അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ക്യാമ്പുകളൊന്നും തന്നെ കൃത്യമായി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഒരു നിർദ്ദേശം നൽകിയതല്ലാതെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ പ്രദേശം. തിരുവനന്തപുരത്ത് ഇത് മാത്രമല്ല, പലയിടങ്ങളിലും, അതായത് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. നെയ്യാറ്റിൻകര,
നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിന് അടിയിലാകുകയും മഴക്കെടുതി വളരെ രൂക്ഷമാകുന്നു, മരണം റിപ്പോർട്ട് ചെയ്യും. ഇത്തരത്തിലുള്ളൊരു സാഹചര്യമൊക്കെയാണ് തലസ്ഥാന നഗരത്തിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്തെ ഈ പ്രധാനപ്പെട്ട റോഡുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ റോഡിൽ കുഴി എവിടെയാണ് ഉള്ളത് എന്നൊന്നും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരം എമ്പാടും കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ കുഴികളുണ്ട്, അതിൽ കമ്പിയുണ്ട്, ഇതൊക്കെ എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം. മാത്രമല്ല എല്ലാ റോഡുകളിലെല്ലാം മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയിരിക്കുന്നു, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇത്രത്തോളം മഴ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ പലതവണ നൽകിയിരുന്നതാണ്. പക്ഷേ എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള മുൻകരുതൽ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനോ ഓടകൾ വൃത്തിയാക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം, അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരിക്കും തലസ്ഥാന നഗരം നേരിടുക. ഇത് ജഗതി എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെയാണ് ഈ വീടുകൾ ഈ വെള്ളത്തിനടിയിലായിരിക്കുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറുകളും വളരെ നിർണായകമാണ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അനിൽ. യെസ്, നന്ദി രശ്മി. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഡോക്ടർ മനോജ്, കേരളത്തിൽ ഇന്ന് ലഭിച്ച അതിതീവ്ര മഴ മേഘവിസ്ഫോടനം മൂലമാണോ, ന്യൂനമർദ്ദം മൂലമാണോ? കൊച്ചിയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരത്തടക്കം മഴ വാശി തീർക്കും പോലെ പെയ്യുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്? നമുക്കറിയാം, കഴിഞ്ഞ വേനൽ ഇതുവരെ കാണാത്ത അതിശക്തമായ താപതരംഗങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയത്. പൊതുവിൽ ഇന്ത്യയുടെ കരഭാഗം കടലിനെ അപേക്ഷിച്ച് വല്ലാത്ത രീതിയിൽ ചൂട് പിടിച്ചാൽ ആ ചൂട് പൊതുവിൽ മൺസൂൺ കാറ്റിനെ ശക്തിപ്പെടുത്തുന്നതിന് അനുകൂലമായിരിക്കും. ഇവിടെ ഇന്നുണ്ടായിട്ടുള്ള ഈ മേഘവിസ്ഫോടനം കൃത്യമായ അർത്ഥത്തിൽ അത് ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴയോ അതിൽ കൂടുതലോ ഒരു പ്രദേശത്ത് ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനം എന്ന് വിളിക്കാം. ഇന്ന് നമ്മുടെ ക്യുസാറ്റ് ക്യാമ്പസിലെ മഴമാപിനിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ 9 മണി മുതൽ 10 മണി വരെ 102 മില്ലിമീറ്റർ മഴയാണ്. എന്ന് പറഞ്ഞാൽ 10.2 സെൻറ്റിമീറ്റർ മഴയാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഇത് മേഘവിസ്ഫോടനത്തിൻ്റെ കൃത്യമായ ഡെഫിനിഷനിൽ വരുന്ന ഒരു മഴയാണ്. ഇത്തരത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അതിശക്തമായ മഴ ലഭിക്കുകയും അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തുമ്പോഴുമാണ് നമുക്ക് രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടാകുന്നത്. ഇത് ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ 3-4 അനുകൂലമായ ഘടകങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ അറബിക്കടൽ പതിവിൽ നിന്നും അധികമായി 1 മുതൽ 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടായി കിടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പശ്ചിമ തീരത്തിനോട് ചേർന്നിട്ടുള്ള അറബിക്കടലിൻ്റെ ഭാഗം. ഇങ്ങനെ വർദ്ധിച്ച തോതിൽ കടൽ ജലം ചൂടായി കിടന്നാൽ അതിൽ നിന്ന് കൂടുതൽ ബാഷ്പീകരണം ഉണ്ടാവുകയും മൺസൂൺ കാറ്റ് എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് എത്തുന്നതോടുകൂടി ഈ വർദ്ധിത രീതിയിലുള്ള ജലബാഷ്പം അന്തരീക്ഷത്തിൽ കേന്ദ്രീകരിച്ച് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ സഹായത്തോടു കൂടി വലിയ കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമാകും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, തെക്ക് പടിഞ്ഞാറ് നിന്ന് വരുന്ന ഈ കാറ്റിനെ വടക്ക് കിഴക്കത്തുള്ള റീമാൽ ചുഴലിക്കാറ്റിൻ്റെ അവശിഷ്ടമായ ഒരു ഡിപ്രഷൻ പശ്ചിമ ബംഗാളിൻ്റെ ഭാഗത്തുണ്ട്. ആ ന്യൂനമർദ്ദം ഈ കാറ്റിനെ അങ്ങോട്ടേക്ക് വലിക്കുകയും കൃത്യമായി ഈ കാറ്റ് കേരളത്തിൻ്റെ മുകളിലൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ കാറ്റിൻ്റെ ശക്തി കൂടിയാൽ മഴമേഘങ്ങളുടെ ഘടന തന്നെ മാറും, നല്ല ഉയരത്തിലുള്ള മഴമേഘങ്ങളുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, നമുക്കറിയാം, താപതരംഗം ഉണ്ടായത് കഴിഞ്ഞ ഈ വേനലിൽ പസഫിക് സമുദ്രത്തിൽ എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം രൂപപ്പെടുകയും അവിടെ അസാധാരണമായ ചൂട് അനുഭവപ്പെടുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ഉൾപ്പെടെ വേനൽ മഴ കുറയുകയും അതിശക്തമായ താപതരംഗം ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ മൺസൂൺ അടുക്കാറാകുന്ന സമയത്ത് എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ശക്തി ദുർബലപ്പെടുകയും അത് ഒരു ന്യൂട്രൽ കണ്ടീഷനിലേക്ക് പോയി അവിടെ നിന്ന് എൽനിനോയുടെ നേരെ ഓപ്പോസിറ്റ് ഫേസ് ആയിട്ടുള്ള ലാനിന എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ലാനിന എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയോട് ചേർന്ന പസഫിക് സമുദ്രത്തിൻ്റെ ദശലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം അസാധാരണമായി കൂളാകുന്ന അല്ലെങ്കിൽ തണുക്കുന്ന ഒരു പ്രതിഭാസമാണ്. എൽനിനോയുടെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ലാനിന. ഇങ്ങനെ ലാനിന ഉണ്ടാകുന്നത്, പസഫിക് സമുദ്രത്തിൽ ലാനിന ഉണ്ടാകുന്നത് ഇന്ത്യയിലെ മൺസൂണിൻ്റെ ശക്തി കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അതും കേരളത്തിൽ
വലിയ തോതിലുള്ള മഴമേഘങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിന് ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഘടകമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂമധ്യരേഖയുടെ തൊട്ട് സൗത്ത് ഭാഗത്തുള്ള അനുഭവപ്പെടുന്ന കടലിലെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ. അത് പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അതുപോലെ നെഗറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നീ രണ്ട് വ്യത്യസ്ത ഘട്ടത്തിലാണ് അനുഭവപ്പെടുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും പോസിറ്റീവ് ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതും ശക്തമായ കാലവർഷത്തിന് അനുകൂലമാണ്. ഇങ്ങനെ 3-4 ഘടകങ്ങൾ ഒത്തൊരുമിച്ച് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരള തീരത്ത് ഒരു വലിയ ക്ലൗഡ് ബാൻഡ് എന്ന് പറയാം, മേഘങ്ങളുടെ ഒരു വൻ നിര തന്നെ രൂപപ്പെടുകയും അത് ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ഭാഗമായി നമ്മുടെ കൊച്ചിയിലും സമീപ പ്രദേശത്തും അതുപോലെ കോട്ടയം ജില്ലയിലുമൊക്കെ മേഘവിസ്ഫോടനമോ അല്ലെങ്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായിട്ടുള്ള മഴയോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത, ഇത്ര അപ്രതീക്ഷിതമായ ഒരു മഴ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്യുമ്പോൾ ഈ വെള്ളത്തിന് ഒഴുകി പോകുവാനുള്ള സ്ഥലമുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് നമുക്കറിയാം പല നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു പ്രതീക്ഷിച്ച വസ്തുതയാണ്. പക്ഷേ അതുകൂടാതെ ഓടകൾ കൃത്യമായി എതിരെയെങ്കിലും ഈ വെള്ളത്തിന് ഒഴുകി പോകുവാനുള്ള ഒരു സ്ഥലം നമ്മൾ അനുവദിച്ചു കൊടുക്കുക കൂടി ചെയ്താലാണ് ഇത്രയധികം വരുന്ന വെള്ളത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ഭാഗത്ത് അതിതീവ്രമായ അല്ലെങ്കിൽ അതിശക്തമായ മഴയും മറ്റൊരു ഭാഗത്ത് ഒഴുകി പോകുവാനുള്ള സാഹചര്യമില്ലായ്മ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. ഇതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ള ഒരു വസ്തുത. യെസ്, ഡോക്ടർ ജയരാജ്, ഭയാനകമായ കാലാവസ്ഥാ വ്യതിയാനം എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാനാവാത്ത സാഹചര്യം. നോക്കൂ, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇക്കുറി മഴ കൂടുതലായിരിക്കും എന്ന് 2 മാസം മുമ്പ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന പ്രവചനം, അത് കണക്കിലെടുത്തുകൊണ്ട് വേണ്ട മുന്നൊരുക്കങ്ങൾ ഭരണകൂടം നടത്തിയില്ല എന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ മഴയെ പിടിച്ചു നിർത്തുക എന്നുള്ളത് മനുഷ്യ സാധ്യമല്ല. പക്ഷേ ഇത്തരമൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള, ഈ കെടുതികളുടെ വ്യാപ്തി തടയാനുള്ള ഒരു നടപടി എന്തുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല? നോക്കൂ, നമ്മുടെ മുഖ്യമന്ത്രി അതുപോലെ മന്ത്രിമാരൊക്കെ വിദേശ ടൂറിലായിരുന്നു അല്ലേ? ഇവിടെ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത് നടന്നിട്ട് പോലുമില്ല. അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും അതുപോലെ കൊച്ചിയിലും കോഴിക്കോടും ഉള്ളവരൊക്കെ അനുഭവിക്കുന്നത്. സർക്കാരിന് ഈ ആക്ഷേപങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനാവുമോ? തീർച്ചയായും. അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞെടുത്തു നിന്ന് തുടങ്ങാം. അതായത് 2-3 പ്രതിഭാസങ്ങൾ ചേർന്നിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മുടെ ഈ ഇപ്പോൾ ഉണ്ടായ മഴക്കെടുതി ഉണ്ടായത്. ഒന്ന്, എൽനിനോ മാറി ലാനിനോ ആയ സമയം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ വിസ്ഫോടനം ആവണമെന്നൊന്നുമില്ല. ഒരു സ്ഥലത്ത് വളരെയധികം മീറ്ററുകൾ മഴ പെയ്യുമ്പോഴത്തേക്കും, സെന്റിമീറ്റർ കണക്കിന് മഴ പെയ്യുമ്പോഴത്തേക്കും, മഴ പെയ്യുമ്പോഴത്തേക്കും അത് ഒഴുകി പോകാനായിട്ട് ഒരു സമയം വേണം. റണ്ണവേ ടൈം എന്നാണ് അതിന് സാധാരണ പറയുന്നത്. ആ റണ്ണവേ ടൈം, റണ്ണവേ വാട്ടറിനുള്ള റിയാക്ഷൻ ടൈം വേണം. അതായത് ഇത്രയധികം വെള്ളം വരുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒഴിച്ചു പോകാനായിട്ടുള്ള ഒരു റിയാക്ഷൻ ടൈം വേണം. ആ റിയാക്ഷൻ ടൈം പലപ്പോഴും ഇത്ര ഉള്ള നമ്മൾ ഈ പറയുന്ന പോലെ, ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഹെവി ഡൗൺ പോർ അല്ലെങ്കിൽ ഇറ്റ്സ് ട്രെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത് പോലെയുള്ള പ്രതിഭാസം നടക്കുന്ന സമയത്ത് ആലങ്കാരികമായിട്ട് നമ്മൾ പറയുമെങ്കിലും പെട്ടെന്ന് ഈ റിയാക്ഷൻ ടൈം വളരെ കുറവായിരിക്കും. അത് നമ്മൾ എത്രയധികം ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉണ്ടായാലും എല്ലാ നഗരങ്ങളിലും, ലോകത്തിലെ എല്ലാ വൻ നഗരങ്ങളിലും, ഉദാഹരണത്തിന് ഇറ്റലി ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ഞാനിതിനെ താരതമ്യപ്പെടുത്തി പറയുകയല്ല, പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് ദുബായിൽ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ്, മരുഭൂമിയാണ്. അത് സോഡിക് സോയിൽ ആയതുകൊണ്ട് വെള്ളം താഴുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. പക്ഷെ എന്നാൽ പോലും ഇത്രയധികം വെള്ളം ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഒഴുകി പോകാൻ ഒരു സംവിധാനം ഇല്ലാത്ത ഒരു കാരണം. 2, ഇൻക്രീസ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയാണ് എല്ലാ ഇന്ത്യൻ നഗരങ്ങളെയും പലപ്പോഴും വെള്ളത്തിലടിയിലാക്കുന്നത്. മൂന്നാമത്തത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ വേസ്റ്റുകൾ, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള വേസ്റ്റുകൾ കവറിൽ കെട്ടിയിട്ട് ഈ ഓടകൾ കൊണ്ട് നിക്ഷേപിക്കുന്നത്. കച്ചവടക്കാരാകട്ടെ വീട്ടുകാരാകട്ടെ, അവിടെയാണ് നമ്മൾ ഈ സിവിക് സെൻസിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ എപ്പോഴും കുട്ടികളെ ബോധവാന്മാരാക്കുകയും അങ്ങനെ ഒരു സെൻസ് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്.
എത്രമാത്രം നമ്മളിപ്പോ ഈ സമയത്ത് പോലും ഇനിയിപ്പോ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അല്ലെങ്കിൽ പ്രീ മൺസൂൺ ക്ലിയറൻസ് ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡുകാരെല്ലാം പ്രീ മൺസൂൺ ക്ലിയറൻസ് ഒക്കെ ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ലീനിങ്ങും ഒക്കെ മിക്കവാറും ഒക്കെ നടക്കുന്നുള്ളതാണ്. അത് ഇവിടെ ഒന്ന് പറയാമോ ഡോക്ടർ ജയരാജ്, എവിടെയാണ് ക്ലീനിങ് നടക്കാറുള്ളത്? ഞാനും തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് നിങ്ങൾ നോക്കൂ, എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഡോക്ടർ ജയരാജ്, ഏറ്റവും ചുരുങ്ങിയ പക്ഷം വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനമെങ്കിലും ഏർപ്പാടാക്കുക. കാനകൾ, ഓടകളൊക്കെ ശുചീകരിക്കുക. ഞാൻ പറഞ്ഞു വരുന്ന അതാണ്. സിറ്റിക്കകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോഡിന്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇൻക്രീസ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുപോലെ ഈ കൊണ്ടു തള്ളുന്ന മാലിന്യങ്ങൾ ചാക്കിനകത്ത്, പ്ലാസ്റ്റിക് ബാഗിനകത്ത്. ഇപ്പൊ ചെന്നൈയൊക്കെ ക്ലോഗ്ഡ് ആവുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടി വേസ്റ്റ് കൊണ്ടുവന്ന് അതിനകത്ത് ഇടുന്നത് കൊണ്ടാണ്. അപ്പൊ അതിനൊക്കെ എതിരെ ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്തരം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ ജയിലിലിടണമെന്നോ ഫൈൻ അടിക്കണമെന്നോ അല്ല പറയുന്നത്. അവർക്കൊക്കെ ഈ ഫീൽഡുകളിൽ തന്നെ സാമൂഹ്യ സേവനം ഏർപ്പെടുത്തുന്ന ഒരു നിയമം തന്നെ കൊണ്ടുവരണം. ആ നിയമസഭ വഴി നിയമം പാസ്സാക്കണം. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസം സിവിക് സെൻസ് വേണം, പൗരബോധം വേണം, സിവിക് സെൻസ് വേണം. പക്ഷേ അതൊന്നും ഇല്ലാത്തവരെയൊക്കെ പിഴയെങ്കിലും ചുമത്തേണ്ടതല്ലേ? നല്ല ഇത് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? കച്ചവടക്കാരെ പിഴ ചുമത്തണം. പൊതുജനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പിഴ ചുമത്തണം, ഏർപ്പെടുത്തണം. പിഴ ചുമത്തണം, നടത്തുകയും വേണം. ഇവർക്ക് ഇത്ര മണിക്കൂർ സാമൂഹ്യ സേവനം ചെയ്യണം. ഇത്തരം ക്ലീനിങ് ആക്ടിവിറ്റീസ്, ഇപ്പൊ ബീച്ച് ക്ലീനിങ് ആക്ടിവിറ്റീസ്, ക്ലീനിങ് ആക്ടിവിറ്റീസ് ഇവരെ കൊണ്ട് പോസിബിളി ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരണം തീർച്ചയായിട്ടും. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഡാമിന്റെ ഷട്ടർ ഞാനോ ജയരാജോ അല്ലല്ലോ ഉത്തരവാദപ്പെട്ടവരല്ലേ അത് ചെയ്യേണ്ടത്. അവര് ചെയ്യുന്നുണ്ടോ? അത് ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷി ഇല്ലാതെ ഇതിനകത്ത് ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് വിളിച്ചിട്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. കാര്യം എല്ലാ വർഷവും നമ്മൾ ഇത് കാണുന്നതല്ലേ. ഇതിപ്പോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലല്ലോ. ഇതിപ്പോ 2018 ശേഷം ഇതുപോലുള്ള മേഘവിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ എല്ലാ വർഷവും ഡോക്ടർ ജയരാജ് കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂള് ഇനിയിപ്പോ സ്കൂൾ തുറക്കാൻ പോവാണല്ലോ. താങ്കൾ പറഞ്ഞ അല്ല, തിരുവനന്തപുരം സ്മാർട്ടാക്കാൻ വേണ്ടി ഇവിടെ എല്ലാം കുത്തിക്കുഴച്ചിട്ടിരിക്കുകയാണ്. മൊത്തം എല്ലാ സ്ഥലത്തും പൊട്ടിപ്പൊളിച്ചിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങുന്ന ഒരാൾക്ക് കാണാൻ പറ്റുന്നത്. നോക്കൂ, ആ കുഴി അടയ്ക്കുക, അത് കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ ആ ദൗത്യം ഏറ്റെടുത്തു. അപ്പം അവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെ തെറ്റായ നടപടിയാണ്. ആര് ചെയ്താലും തന്നെ അവർക്കെതിരെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതെല്ലാം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട്, ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. മറ്റ് താങ്കൾ നേരത്തെ പറഞ്ഞു തലസ്ഥാന നഗര വികസനം വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മഴക്കാലം വരുന്നതിന് മുമ്പ് അത് അവസാനിപ്പിക്കേണ്ടതല്ലേ? ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതേപോലെ മഴ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? എത്ര പേർ ഈ കുഴികളിൽ വീണ് എത്ര പേർ മരിക്കും? ഇല്ലാതെ പറയാൻ പറ്റുമോ താങ്കൾക്ക്? എന്തായാലും ഭാഗ്യത്തിന് തിരുവനന്തപുരത്ത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ നേരത്തെ കാണിച്ച സ്ഥലം എന്ന് പറയുന്നത് ആ കൊച്ചാർ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത്. 3 പേരാണ് ഇന്ന് മരിച്ചിരിക്കുന്നത് കേരളത്തിൽ മരിച്ചിട്ടുണ്ടോ? ഞാൻ തിരുവനന്തപുരത്തെ കാര്യമാണ്, തിരുവനന്തപുരമാണ് നമ്മൾ സംസാരിച്ചിരുന്നതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൊച്ചാർ നികത്തിയോടെ റോഡാക്കി, അതിനപ്പുറത്ത് തന്നെ വൻ കൺസ്ട്രക്ഷൻസിനുള്ള അനുമതി കൊടുത്തു. ഇതൊക്കെ അന്വേഷിച്ച് ഇതിനകത്ത് നോട്ടത്തിന്റെ കാര്യമൊന്നുമില്ല. ഇത് ആര് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താലും, ആര് റോഡുകളും തോടുകളും നികത്തിയാലും അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല. ഇതിനകത്ത് നിന്ന് ആർക്കും ഒളിച്ചോടാനൊന്നും പറ്റത്തില്ല. ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അവര് ചെയ്തതാണ്, ഇവർ ചെയ്തതാണ്, മുൻ ഗവൺമെന്റ് ചെയ്തതാണ്, പിൻ ഗവൺമെന്റ് ചെയ്തതാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്യൂസ് ചെയ്താലും അനുഭവിക്കുന്നത് പൊതുജനങ്ങളാണ്. ഇത് അക്യൂസ് ചെയ്യുന്ന പൊതുജനങ്ങളാണ്. ഈ സംഭവം നേരത്തെ കാണിച്ച മുടിപ്പുര ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്കാണ് വെള്ളക്കെട്ട് ഉണ്ടായത്. കെ മുരളീധരൻ MLA ആയിരുന്ന സമയത്ത് ആ ആറിന്റെ 2 സൈഡിലും മതിൽ കെട്ടി, വൻ പൊക്കത്തിൽ മതിൽ കെട്ടിയിട്ട് ഒരു കാരണവശാലും വെള്ളം ഇങ്ങോട്ട് പ്രവേശിക്കത്തക്ക രീതിയിൽ ഇതിന് നിതാന്ത പരിഹാരം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് മരുതം കുഴി കെട്ടി ഇങ്ങോട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും ഏതാണ്ട് അതിനു മുമ്പ് തന്നെ പൈപ്പ് മൂടി ഇത് കെട്ടിക്കൊണ്ട് വന്നതാണ്. ആ രീതിയിൽ 2 സൈഡിലും ഭിത്തി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്രയധികം വെള്ളം വന്ന് ഇത് ഓവർപവർ ചെയ്തിട്ട് ഒരു മഴ വന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം നിറഞ്ഞുപോയി. ഇതിനപ്പുറത്ത് എന്ത് കാര്യമാണ് അവിടെ ഈ ആറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾ? അല്ലെങ്കിൽ
അവരെ പുനരധിവസിപ്പിക്കാൻ അവരെ അനുവദിക്കില്ല. അവർക്ക് അവിടെ കിടന്നാൽ മതി, അവരവിടുന്ന് മാറില്ല. അവര് ജന്മനാട് ജനിച്ച സ്ഥലമാണ്, അത് അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തിട്ട് അവർക്ക് ഇത്തരം വെള്ളം കയറാത്ത സ്ഥലങ്ങളെ താമസിപ്പിക്കണം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ അംഗീകരിക്കത്തില്ല, ജനങ്ങളും അംഗീകരിക്കത്തില്ല. അതിന്റെയൊക്കെ ഒരു വിഷയമുണ്ട്. എത്ര കോടി രൂപയുടെ ഫണ്ട് ചെലവാക്കിയിട്ടാണ് അത് സ്തുത്യർഹമായ, അതിപ്പം കോൺഗ്രസിന്റെ ഒരു MLA ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ചെയ്ത കാര്യം ചെയ്തെന്ന് തന്നെ പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഓരോ വാർഡിലെയും കൗൺസിലർമാരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാരുണ്ട്. ഇത്തരം മഴക്കെടുതികൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചുകൂടെ. മാതൃകാരമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെ എല്ലാം കൂടെ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ, എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഇതൊരു പൊതു പ്രശ്നമാണെന്ന് കണ്ടിട്ട്, അല്ലാതെ എല്ലാ മഴക്കാലത്തും ഈ ഏകോപനത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്, പക്ഷേ മുന്നൊരുക്കങ്ങൾ നടത്താറില്ല. അതിൻ്റെ കെടുതികളാണ് ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെൻറി ഓസ്റ്റിൻ, കൊച്ചിയിലെ ദുരിതം ഒരുപക്ഷെ താങ്കൾക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കാനാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ മഴയുടെ ആരംഭം ഇത് വേനൽ മഴയാണ്. യഥാർത്ഥത്തിലുള്ള മഴ തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. ഇത്തവണത്തെ IMDയുടെ പ്രവചന പ്രകാരം 106% വരെ അധിക മഴ, നമുക്ക് ഓൾമോസ്റ്റ് 106% മഴ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പ്രവചനങ്ങളുള്ളത്. നേരത്തെ ഇതിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, നമ്മളുടെ ഒരു മീറ്ററോളജിക്കൽ കണ്ടീഷൻസും ഒക്കെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. എൽനീനോ പ്രതിഭാസത്തെ പറ്റി നമുക്കറിയാം. പസഫിക് ഓഷ്യനിലുള്ള ഉഷ്ണ ഇതുകൊണ്ട് നമുക്ക് കുറെ കാലം മഴ കുറയുമെന്നുള്ളൊരു പ്രതിഭാസം അല്ലെങ്കിൽ ഇപ്പൊ അത് റിസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓഗസ്റ്റോടുകൂടി ലാനിന തുടങ്ങുമെന്നാണ്. അപ്പൊ ഇതൊരു മധ്യമ റേഞ്ചാണ്. ഇപ്പൊ ജൂൺ എന്ന് പറയുമ്പോൾ നല്ല മഴ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഈ വർഷം ഉണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിലുള്ള ഈ ഒരു പ്രതിഭാസം 2 ഡിഗ്രിയോളം ചൂട്, വെള്ളത്തിന് ചൂട് കൂടുതലാണ്. നമുക്കുണ്ടായ അതിതീവ്രമായ സമ്മർ, ആ സമ്മറിൽ ഉണ്ടായിട്ടുള്ള ഉഷ്ണ താപമാനം കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു വളരെ ഫേവറബിൾ ആയിട്ടുള്ള മൺസൂണ്, വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. കേരളത്തിലെ ടോപ്പോഗ്രാഫി നമുക്ക് മലനിരകൾ അടക്കം ഉള്ളതുകൊണ്ട് തന്നെ കൂമ്പാര ക്ലൗഡ്സ്, അതായത് ക്യുമുലോനിംബസ് ക്ലൗഡ്സ് ഉണ്ടായിട്ടുണ്ട്. 14-15 കിലോമീറ്റർ വരെ ഡെപ്ത് ഉള്ള ക്ലൗഡ്സ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തീവ്രമായ മഴ നമുക്ക് ഉണ്ടാകാനുള്ള സകല സാധ്യതകളും നമുക്ക് എല്ലാ കണ്ടീഷൻസും അതിലേക്ക് നയിക്കുന്ന ഒരു രീതിയിലൊരു ഒരു പാറ്റേൺ ആണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇപ്പൊ ഇന്ന് എറണാകുളത്ത് പള്ളുരുത്തിയില് ഏകദേശം 95 സെന്റിമീറ്ററോളം പെയ്തു. കളമശ്ശേരിയിൽ പെയ്തു. അപ്പൊ വലിയ തോതില് 95 mm വെള്ളമാണ് പെയ്തത്. അപ്പൊ ഇതൊരു നമ്മൾ റെഡ് അലേർട്ട് കൊടുക്കുന്നത് സാധാരണ ഒരു മണിക്കൂറിൽ 20 mm കൂടുതൽ ഒരു ദിവസം പെയ്യുകയാണെങ്കിലാണ് നമ്മൾ റെഡ് അലേർട്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അതിതീവ്രമായ ഒരു വേർഷനാണ് കളമശ്ശേരിയിലും പള്ളുരുത്തിയിലും ഒക്കെ നമ്മൾ കണ്ടത്. അപ്പൊ ആ ഒരു പ്രതിഭാസത്തെ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടെ നമ്മൾ കാണുന്നു. പിന്നെ നമുക്ക് നഗരങ്ങളിൽ ഇപ്പൊ കണ്ടുവരുന്ന വേറൊരു പ്രതിഭാസം ഹീറ്റ് ഐലൻഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ഗ്ലാസും കോൺക്രീറ്റിന്റെ സ്ട്രക്ചേഴ്സ് കൂടിക്കഴിഞ്ഞപ്പോൾ നഗരങ്ങളിൽ നമുക്ക് ഹീറ്റ് ഐലൻഡ്സ് രൂപീകരിക്കപ്പെടുന്നു. അത്ര ഹീറ്റ് ഐലൻഡ്സ് വരുമ്പോൾ നഗരത്തിന്റെ പല ഭാഗങ്ങളും ഒറ്റപ്പെട്ട മഴകൾ കാണുന്നു. ഒരേ പാറ്റേണിലല്ല മഴ പെയ്യുന്നത്. പല മേഖലകളിൽ പല രീതിയിലാണ് മഴ പെയ്യുന്നത്. അത് ഈ ഹീറ്റ് ഐലൻഡ്സിന്റെ കൂടി ഒരു പ്രതിഭാസം അതിലേക്ക് കണക്കിലെടുക്കേണ്ടി വരുന്നു. നമ്മുടെ മോഡേൺ കൺസ്ട്രക്ഷൻ ഇതെല്ലാം കൂടി കൂട്ടി യോജിക്കുമ്പോൾ ഇപ്പൊ ഗ്ലാസും അതേപോലെ തന്നെ ACP അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹീറ്റ് റിഫ്ലക്ഷൻ കൂടുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ച് എല്ലാ വർഷവും നമുക്ക് ഈ മഴക്കെടുതി ഒരു വലിയ വിഷയമാണ്. കാരണം വെള്ളക്കെട്ട് ഏറ്റവും കൂടുതലുള്ള ഒരു നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത്. നമ്മള് സമുദ്രനിരപ്പിലേക്ക് താഴെയാണോ സമുദ്രനിരപ്പിലാണോ അതിന്റെ മുകളിലാണോ എന്നുള്ള കാര്യത്തെ പറ്റി കൃത്യമായ ഒരു ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ 2 സെന്റിമീറ്റർ സമുദ്രനിരപ്പിലും കൂടുതലാണെന്നാണ്. പക്ഷെ ബലത്തില് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോ ഒരു ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷൻ നമുക്ക് ഈ തീരമേഖലയിലൊക്കെ തന്നെ ഒരു വശത്ത് കടലാക്രമണം ഉണ്ടാവുന്നു, മറുവശത്ത് കായൽ തീരത്തടക്കമുള്ള പ്രദേശങ്ങളിൽ നമുക്ക് വെള്ളം കയറുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് 2018 കൂടി നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വരും. 2018 ഇപ്പൊ കൊച്ചിയില് പെരിയാറ് നമ്മുടെ തുറമുഖത്തിന്റെ മൗത്തിലേക്ക് ഒഴുകി വരുന്ന മേഖല ചിറ്റൂര് പുഴയും അതേപോലെ തന്നെ വടുതല കായലുമാണ്. അതേപോലെ അരൂര് ഭാഗത്തു നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഈ 2 സ്ഥലത്തും 2018 ശേഷം ഇതേവരെ ക്ലീനിങ് നടത്തിയിട്ടില്ല. അന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ള എക്കലും ചെളിയും അവിടെ തന്നെ കിടക്കുകയാണ്. ഇപ്പോ വടുതലക്കായൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഞാൻ കൗൺസിലറായിട്ടുള്ള വടുതല ഡിവിഷന്റെ പരിസരത്താണ് വടുതലക്കായൽ ഏകദേശം മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ബോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നടന്നു പോകാം കായലിൽ. അപ്പൊ അത്രയും ചെളി അവിടെ കിടക്കുകയാണ്. അവിടെ ഒരു ഇന്റർനാഷണൽ മറ്റേ കണ്ടെയ്നർ ടെർമിനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ബണ്ട് ഇതേവരെ പൊട്ടിക്കാൻ അത് കേസാണ്. 100 കോടി വേണമെന്നാണ് സർക്കാരും പോർട്ടും അഫ്കോൺസും എന്ന കമ്പനിയും തമ്മിൽ ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞ ഇത്രയും വർഷം ഇപ്പൊ 8 വർഷത്തോളം ആയില്ലേ ഈ സർക്കാർ കടന്നു വന്നിട്ട്. ഇത്രയും വർഷം കൊണ്ട് ഈ അടിസ്ഥാനപരമായി 2018 ഫ്ലഡിന് ശേഷമുള്ള സിൽറ്റും എക്കലും അടക്കമുള്ള ഇതുവരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നത് വലിയ പരാജയം തന്നെയാണ്.
നമ്മള് മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും ഈ പ്രശ്നം കാണേണ്ടതുണ്ട്. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇപ്പൊ കായലുകൾ, അതിന്റെ ഡെപ്ത്, ആ പുഴകളും അതിന്റെ ഈ നമ്മുടെ കടലിലേക്ക് വന്നു ചേരുന്ന പ്രദേശത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ ചെളിയും എക്കലും കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മഴ കൂടുതൽ വരുമ്പോഴത്തേക്കും അവിടെ നിന്നുള്ള വെള്ളം കരയിലോട്ട് കയറുകയാണ്. അപ്പൊ സമീപ ചരിത്രങ്ങളിലൊന്നും വെള്ളം കയറാത്ത പ്രദേശങ്ങളിൽ പോലും നമുക്ക് വെള്ളം കയറുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഞാൻ നേരത്തെ ശ്രീ ജയരാജ് പറഞ്ഞായിട്ട് എഗ്രി ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഡിവിഷനുകളിൽ കോർപ്പറേഷനിലെ നമുക്ക് രണ്ട് തരത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നുണ്ട്. ഒന്ന് മൈനർ കനാൽസിനും മറ്റേത് മേജർ ഓടകൾക്കും കനാലുകൾക്കും വേണ്ടിയുള്ളത്. രണ്ട് തരത്തിലുള്ള ഇതാണ് കൊടുക്കുന്നത്. ഇപ്പൊ മൈനർ കനാലുകളുടെ വർക്ക് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, ഒരു ദിവസം ഇപ്പോ കഴിഞ്ഞ ഡിസംബറിൽ ഇതേപോലെ തന്നെ ഒറ്റ ദിവസത്തിൽ ഒരു വലിയ മഴ വന്നു. അന്ന് വന്ന മഴയിൽ നമ്മൾ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പണ്ട് തോടുകളായിരുന്ന പ്രദേശങ്ങളിലൊക്കെ പുഴ പോലെ വെള്ളം ഒഴുകുകയാണ്. കാണകളുണ്ട്, വലിയ കാണകളും ഓടകളും ഉണ്ടെങ്കിൽ പോലും ആ കാണകളൊക്കെ കവിഞ്ഞൊഴുകിയ റോഡുകളിൽ കൂടി വെള്ളം ഒഴുകുകയാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ന് നമ്മളൊരു നഗരപ്രദേശം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ റോഡിന്റെ ഇരുവശമുള്ള വീടുകൾ, ആ വീടുകളിലൊന്നും മണ്ണില്ല, മുറ്റമില്ല. അവിടെ എല്ലാവരും ഇന്റർലോക്കിംഗ് ടൈലുകളും കോൺക്രീറ്റും ചെയ്ത് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മഴ ഈ നമ്മുടെ മേൽക്കൂരയിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിലും മഴ ഡയറക്റ്റ് വീഴുമ്പോൾ അത് മണ്ണിലേക്ക് ഇറങ്ങിപ്പോകാതെ നേരെ റോഡിലേക്ക് വരികയാണ്. അപ്പൊ ആ റോഡിലേക്ക് വരുന്ന വെള്ളം ഓട പോലും കവിഞ്ഞ് അത്രയും ഫോഴ്സ്, പ്രത്യേകിച്ച് ഇതുപോലെ അതിതീവ്രമായ മഴ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അത് വലിയ തരത്തിലുള്ള ഫ്ലഡിങ്ങിന്, അത് ലോ ലയിങ് ഏരിയാസിലേക്ക് ആ വെള്ളം ഒഴുകിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വീടുകളും മുറ്റങ്ങളും സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നഗരത്തിൽ ഞങ്ങളുടെ മേഖലകളിലൊക്കെ കാണുന്നുണ്ട്. ശുചീകരണത്തിന്റെ കാര്യം മാത്രമല്ല, ഇവിടെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു മീറ്റിംഗ് വിളിച്ചത്. നമുക്ക് IMDയുടെ മുന്നറിയിപ്പുണ്ട്, ഈ വർഷം 106% നമുക്ക് ലോങ് ടേം ആവറേജ് നോക്കിയാൽ 106% അതിതീവ്രമായ മഴ ഉണ്ടാകും, പതിവിലും കൂടുതൽ പറഞ്ഞു. പക്ഷെ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, ഇതിന്റെ ഒരു കോർഡിനേഷൻ നടത്തേണ്ടത് ആരാ? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. അവരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും അതേപോലെയുള്ള മറ്റ് ഏജൻസികളെയും കോർഡിനേറ്റ് ചെയ്ത് ഇതിന്റെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇന്നലെയാണ് താലൂക്ക് തലത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് സെന്റേഴ്സ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഈ ചർച്ചകൾക്കപ്പുറം, മീറ്റിങ്ങുകൾക്കപ്പുറം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വളരെ ഒരു അമൽഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ, നമ്മളെ അത് ആക്ഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നില്ല എന്നുള്ള ഒരു ഭീതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഒരു വാസ്തവമാണ്. കാര്യം ഇപ്പോൾ ഈ നിവാരണ അതോറിറ്റി ആണെങ്കിൽ പോലും സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? നമ്മള് ഒരു ഇത്തരത്തിലൊരു വലിയ മഴ വന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷനിലേക്ക് അത് നയിച്ചേക്കാം എന്നൊരു ഭയമുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ? അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, അപകടകരമായി നിൽക്കുന്ന മതിലുകൾ, അപകടകരമായ അവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, അവയെപ്പറ്റി ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവർ, പെട്ടെന്ന് വയസ്സായിട്ടുള്ള ആളുകൾ, അവരെ മാറ്റാനായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ. അതേപോലെ ആ സെന്റേഴ്സ്, ഏതൊക്കെ സെന്റേഴ്സിലേക്ക് അവരെ മാറ്റണം, ഇങ്ങനെ ഒരു റെസ്ക്യൂ സിറ്റുവേഷനിൽ വന്നാൽ ആക്ട് ചെയ്യേണ്ട ബോഡീസ്, ഇപ്പൊ ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഇതെല്ലാം ഒരു കോർഡിനേഷൻ വേണം. അത്തരത്തിലൊരു ഒരു മൂഡിലേക്ക്, ആ ഒരു തലത്തിലേക്കുള്ള ഒരു കോർഡിനേഷൻ ഇതേവരെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതൊരു വലിയ പോരായ്മയായിട്ടാണ് നമുക്ക് ചൂണ്ടിക്കാണുന്നത്. കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം കൊച്ചിൻ കോർപ്പറേഷൻ ചില ഭാഗങ്ങൾ നടന്നു വെച്ചാൽ കേരളത്തിലെമ്പാടും നോക്കിയാൽ, ഇന്ന് പ്രതിപക്ഷ നേതാവ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞല്ലോ, മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള ആ വ്യാപ്തിയിലുള്ള സീരിയസ്നെസ്സോടുകൂടിയുള്ള പ്രവർത്തനം സർക്കാർ ഏകോപിപ്പിച്ചിട്ടില്ല. അതൊരു വലിയ ലാക്കിനെ തന്നെയാണ്. അതിന്റെ ഒരു വീഴ്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2018 ശേഷമുള്ള ലെഗസി പ്രോബ്ലംസ് ഉണ്ട്. ആ ലെഗസി പ്രോബ്ലംസ്, കായലുകളിൽ അടിഞ്ഞു കിടക്കുന്ന, റിവർ മൗത്തിൽ അടിഞ്ഞു കിടക്കുന്ന എക്കലും വേസ്റ്റും അടക്കമുള്ള ഇന്നേവരെ നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ഈ സർക്കാരിന്റെ പരാജയമാണ്. അത് ഇന്നത് മാത്രമുള്ള പ്രശ്നമല്ല, 2018 മുതൽ നമ്മൾ പറയുന്ന പ്രശ്നമാണത്. അത്തരം പ്രശ്നങ്ങളെ ഒന്നും തന്നെ ഈ സർക്കാർ അഡ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് നമുക്ക് ഒരു വലിയ തോതിൽ മഴ വന്നാൽ നമ്മളെ വലിയ തോതിൽ തന്നെ അത് ബാധിക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ജയേന്ദ്ര മാസ്റ്റർ, യാഥാർത്ഥ്യ ബോധത്തോടെ പ്രശ്നങ്ങളെ സമീപിക്കുന്നില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. നമുക്ക് മുൻ അനുഭവങ്ങൾ ഉണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് പോലും നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എനിക്ക് തോന്നുന്നു സമാനമായിട്ടുള്ള ചിത്രം തന്നെയാണ് കോഴിക്കോടും ഉള്ളത്. മാസ്റ്ററുടെ പ്രദേശത്തും ഇതൊക്കെ തന്നെയാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അനിൽ നമ്പ്യാർ, നമ്മൾ സൂചിപ്പിക്കുന്ന മാതിരി, താങ്കൾ സൂചിപ്പിക്കുന്ന മാതിരി തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. സ്വാഭാവികമായിട്ടും ഇവിടെ പലരും പറഞ്ഞ മാതിരിയിൽ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനോ ഇല്ലാതാക്കാനോ കഴിയുകയില്ല. ചിലതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലും ഉള്ളതല്ല, ചിലതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നതുമാണ്.
സ്വാഭാവികമായിട്ടും 2024 ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ 2018-19 വർഷങ്ങളിൽ കേരളം അനുഭവിച്ച രാഷ്ട്രീയ സാമൂഹ്യ കേരളം അനുഭവിച്ച അതിഭീകരമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം നമ്മളുടെ നദികളിലൂടെ ഒരുപാട് ജലമൊഴുകി പോവുകയും ഒരുപാട് സൂര്യാസ്തമയങ്ങളും ഉദയങ്ങളും അസ്തമയവും നമ്മൾ കാണുകയും ചെയ്തപ്പോൾ അധികാര വർഗത്തിൽ ഇരിക്കുന്നവർ വലിയ പ്രഖ്യാപനങ്ങൾ നമ്മുടെ മുമ്പാകെ വരുത്തി. അവർ പറഞ്ഞു, സുസ്ഥിരമായ വികസനമാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കുന്നതിനുള്ള വളരെ സുസ്ഥിരമായ വികസനവും പ്രകൃതിയോട് ഇണങ്ങുന്ന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള ധീരമായ പ്രഖ്യാപനം കയ്യടിയോടെയാണ് രാഷ്ട്രീയ കേരളം സ്വീകരിച്ചത്. പക്ഷെ നമ്മുടെ മുമ്പിലുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? 2018 35 ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിടേണ്ടി വന്നതാണ് ദുരന്ത കാരണമെന്ന് നമ്മൾ ആശ്വസിച്ചു. 483 പേരാണ് കൊല്ലപ്പെട്ടത്, 14 പേരെയാണ് കാണാതായത്. ഓഗസ്റ്റിൽ 3,91,494 ലക്ഷം അത്രയും വീടുകളിൽ ദുരന്തം അനുഭവിച്ചപ്പോൾ 14,50,707 പേരെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നത് എന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏതാണ്ട് 40,000 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് കേരളത്തിനുണ്ടായത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലുകളും കണക്കുകളും സൂചിപ്പിക്കുന്നത്. അന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിലെ നിയമസഭ ചേർന്നു. ആ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും സമൂലമായ മാറ്റത്തിനും സഹകരണത്തിനും തയ്യാറായി. കേരളത്തിലെ മന്ത്രി പൊങ്കവന്മാരും ഉദ്യോഗസ്ഥന്മാരും വിദേശ രാജ്യങ്ങൾ പോലും സന്ദർശിച്ചു. അവർ അതിന്റെ കാരണങ്ങളും കണ്ടെത്തി. ഇന്ന് ഇവിടെ ശാസ്ത്രജ്ഞനും ഇവിടുത്തെ ഇടതുപക്ഷ പ്രതിനിധിയും പറഞ്ഞ മാതിരിയില് കേരളത്തിലെ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ നഗരങ്ങളിലെ ഓടകൾ അത് ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് വികസിച്ചിട്ടില്ല. കയ്യേറ്റവും പ്രകൃതി ചൂഷണവും വനനശീകരണവും ക്വാറി നിർമ്മാണവും കേരളത്തിന്റെ പ്രകൃതി ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. മേലിൽ ഇത്തരം ഒന്നും ആവർത്തിക്കില്ലെന്ന് മാത്രമല്ല, റൂം ഫോർ റിവർ എന്ന ഒരു പുതിയ പദവും നമ്മൾ കേട്ടു. ജലത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലേക്ക് നദികൾ വികസിപ്പിക്കുക, ഓടകളും മറ്റും കൂടുതൽ വൈഡൻ ചെയ്തുകൊണ്ട് നഗരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം അത് ഏറ്റവും പെട്ടെന്ന് കടലുകളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, നദികളുടെ അഴിമുഖത്തടിഞ്ഞിരിക്കുന്ന മണ്ണും എക്കലും ചളിയും പോലുള്ള പ്രവർത്തനങ്ങളെ ഉടൻ തന്നെ മാറ്റിക്കൊണ്ട് സ്വതന്ത്രമായി ജലനിർഗമന മാർഗങ്ങൾ ആവിഷ്കരിക്കും. ഇതായിരുന്നു നമ്മുടെ മുമ്പിലുള്ള പ്രഖ്യാപനങ്ങൾ. 2024 എത്തുമ്പോൾ നാം ചർച്ച ചെയ്യേണ്ടത് ഈ പ്രഖ്യാപനങ്ങളും ആഹ്വാനങ്ങളും വിലയിരുത്തലുകളും ഇന്ന് എവിടെയാണ് എത്തിയിരിക്കുന്നത്? നിത്യനിദാന ചെലവിന് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വികസന പ്രവർത്തനങ്ങളിലും ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സർക്കാർ. ഇവിടെ എന്ത് അവകാശവാദമാണ് എന്റെ സഹപ്രവർത്തകന്മാർ ഉന്നയിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പൂർവകാല മഴ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുടക്കാൻ പണമില്ല. ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ കയ്യിൽ പോലും അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓടകൾ മണ്ണും ചളിയും കൊണ്ട് അടിഞ്ഞു കിടക്കുന്നു. തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏകോപനമില്ല. അവിടെ നിന്നും ജലനിർഗമന മാർഗങ്ങൾ ഒന്നുപോലും തുറന്നിട്ടില്ല. അതിനുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നില്ല. ഏകോപനത്തിന്റെ കാര്യത്തിലും സർക്കാർ ഒരുപാട് പുറകോട്ട് പോയി. പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ക്വാറികളും റിസോർട്ടുകളും മലയിടിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അൻവറിനെ പോലെ, അന്തരിച്ചുപോയ തോമസ് ചാണ്ടിയെ പോലെ, രാജേന്ദ്രനെ പോലെ, മണിയാശാനെ പോലെ പ്രകൃതിയോട് മല്ലിടിച്ചുകൊണ്ട് സ്വന്തം കുടുംബ സ്വത്തും സ്വന്തം ആസ്തി വരുമാനവും വർദ്ധിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന അത്യാർത്തിയുള്ള ഭരണത്തെ നിയന്ത്രിക്കുന്ന കക്ഷികൾ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ കേവലം ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമായിട്ട് അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഉള്ള അനുഭവം എന്താണ് അനിൽ നമ്പ്യാരെ? ഈ പ്രളയാപ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം, ശാസ്ത്രം വളർന്നിരിക്കുന്നു, വികസിച്ചിരിക്കുന്നു. 2018 ദുരന്തത്തെ കുറിച്ച് നമുക്ക് മുന്നറിവുണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് തടിതപ്പാം. പക്ഷെ 2018-നും 19-നും ശേഷം വളരെ കൃത്യമായിട്ട് ഈ വർഷം ആദ്യം തന്നെ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രമായാലും സംസ്ഥാനത്ത് അതിനെക്കുറിച്ച് പഠിക്കുന്നവരായാലും ശാസ്ത്രകാരന്മാരായാലും പ്രകൃതി പഠനത്തിലുള്ള ആളുകളും ഒക്കെ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പ് ചൂണ്ടിക്കാണിച്ചു. ഈ തവണ ഉണ്ടായിരിക്കുന്ന അത്യുഷ്ണം അത് ഒരു പ്രതിഭാസമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാരും മറ്റുള്ളവരും ചൂണ്ടിക്കാണിച്ചു. എല്ലിനോ അതിനുശേഷം വരാൻ പോകുന്ന പ്രവർത്തനങ്ങൾ, ഈ വർഷത്തെ കേരളം നേരിടാൻ പോകുന്ന ജലക്കെടുതിയുടെ ആഴവും പരപ്പും വ്യാപ്തിയും വളരെ വളരെ കൃത്യമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കേരളത്തെ, ഭരണകൂടത്തെയും പൊതുജനങ്ങളെയും അറിയിച്ചതാണ്.
ചോദ്യം ഇതാണ്, അതിനെ പ്രതിരോധിക്കാൻ, അതിൽ നിന്നും ജനതയെ രക്ഷിക്കാൻ എന്ത് മുന്നൊരുക്കങ്ങളാണ് കേരളത്തിലെ ഭരണകൂടം ചെയ്തിരിക്കുന്നത്? അതെ. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് എന്ത് സഹായമാണ് കേരളത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായപ്പോൾ നമുക്കറിയാം കേന്ദ്രം അതിനു വേണ്ടിയുള്ള പദ്ധതികളും സഹായങ്ങളും പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറായി. അതുപോലും ഉപയോഗപ്പെടുത്താൻ ഭരണകൂടത്തിന്റെ ആളുകൾ തയ്യാറാവുന്നില്ല. എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ വന്നതല്ല അനിൽ നമ്പ്യാരെ നമുക്ക് വരാനിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാവാം. ഇതിന്റെ അനുബന്ധമായിട്ട് കേരളത്തെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നതിന്റെ ഭീതിജനകമായ ഒരു ചിത്രമാണ് എന്റെ മുമ്പിൽ ഇപ്പോഴും ഇരിക്കുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തെക്കുറിച്ച് പ്രളയത്തിന് മുമ്പ് തന്നെ കേരളത്തിലെ ബന്ധപ്പെട്ടവർ പറഞ്ഞത് എന്താണ്? ഒരു വെള്ളക്കെട്ട്, ഓടകൾ കരകവിഞ്ഞൊഴുകുമ്പോൾ ഉണ്ടാകുന്ന ജലാശയങ്ങളും മനുഷ്യന്റെ കുടിവെള്ള സ്രോതസ്സുകളും മലിനീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അത്യപകടകരമായ പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത്തരം ഒരു ഓടകൾ നിറഞ്ഞു കവിഞ്ഞ് ജലാശയങ്ങൾ മുഴുവൻ മലിനീകരിക്കപ്പെട്ട് കുടിവെള്ള സ്രോതസ്സുകൾ പോലും ഇത്തരം അവസ്ഥയിലെത്തുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു എന്റെ ഡോക്ടർ ജയരാജ്, ഇനി വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ കേരളത്തെ കാത്തിരിക്കുന്ന പകർച്ചവ്യാധികളെ നേരിടാൻ എന്ത് നടപടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്? കേരളത്തിലെ ആശുപത്രികളിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കാവുന്ന തരത്തിലേക്കുള്ള മരുന്നുകളും സംവിധാനങ്ങളും കേരളത്തിലെ ആശുപത്രികൾ ഒരുക്കിയിട്ടുണ്ടോ? ഇനി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് മഴക്കാലം മൺസൂൺ ആരംഭിച്ചിട്ടില്ല. ഇത് വേനൽ മഴയാണ്. ഇത് വെറും സാമ്പിളാണ്. ഈ 30-നാണ് മഴക്കാലം തുടങ്ങാൻ പോകുന്നത്, മൺസൂൺ തുടങ്ങാൻ പോകുന്നത്. അടുത്ത 2 മാസം കഴിഞ്ഞ് ഓഗസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ വന്നിരിക്കുന്നതിനേക്കാൾ ഭയാനകമായ ഭീതിജനകമായ ഒരവസ്ഥയായിരിക്കും. 2018 വളരെ നിസ്സാരമാണ് എന്നുള്ള സൂചനയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പം നൽകുന്നത്. ചോദ്യം, ഇതിനൊക്കെ നേരിടാൻ നമ്മൾ എന്ത് മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെവിടെയാണ്? അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരും മറ്റുള്ളവരും ഇപ്പോഴും എന്താ പറയുക, ഊരു ചുറ്റുകയും അവർ ആ തരത്തിലുള്ള സുഖവാസ കേന്ദ്രങ്ങൾ തേടി പോവുകയും ചെയ്യുമ്പോൾ കേരളത്തോട് അവർ പറയുന്നത് എന്താണ്? ഏതോ ഒരു സിനിമയിൽ ആരോ പറഞ്ഞ മാതിരി കാത്തോടണമേ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. ഇത് ഒന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും. ഈ ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്കകത്തും പുറത്തും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം ദുരന്തങ്ങൾ നേരിടുന്നതിന് വേണ്ടിയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ഒരു ഭരണകൂടത്തിന് ചെയ്യാനുള്ളത്. എന്റെ ചോദ്യം, കേരളം ഈ ഒരു അവസ്ഥയിലെ ഡിസാസ്റ്ററിനെ, ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 2018 നിന്നും എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചുവോ? കേരളത്തിലെ നിയമസഭ ഏതാണ്ട് 8.5 മണിക്കൂറോളം ചർച്ച ചെയ്തതായിട്ട് രേഖകളിൽ കാണുന്നു. ഉണ്ടായ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ പറയുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഏകോപനത്തിന്റെ കാര്യത്തിൽ കേരളം ഇപ്പോഴും പുറകിലാണ്. കേരളത്തിലെ ഇത്തരം ദുരന്തങ്ങൾ നേരിടുന്ന മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിൽ വിടുവായുത്വം പറയുക എന്നതിനപ്പുറത്തേക്ക് ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥന്മാരോ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല. മുന്നൊരുക്കങ്ങൾ നടത്താൻ ഉദ്യോഗസ്ഥ ഭാഗം തയ്യാറായാൽ പോലും അതിനാവശ്യമായ സാമ്പത്തിക സമാഹരണത്തിനോ അത് നൽകാനുള്ള സംവിധാനങ്ങളോ നമ്മുടെ കയ്യിലില്ല. കേരളത്തിലെ ആളുകൾക്കും നേതൃത്വം കൊടുക്കുന്നവർക്കും അതൊന്നും പരിഹരിക്കുന്നതിനോ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനോ അല്ല. നമ്മൾ സ്വയം പ്രതിരോധിക്കുകയും ഓരോരുത്തരും അവനവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഭരണകൂടം തന്നെ അപ്രസക്തമാകുന്നു എന്നുള്ള ചിന്തയാണ്, എന്നുള്ള അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്വവുമില്ല, ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ല. അവനവന്റെ കാര്യം അവനവൻ നോക്കുന്നു. മന്ത്രിമാർ അവരുടെ കാര്യം നോക്കുന്നു, അവരുടെ കുടുംബത്തെയും കൊണ്ട് ഊരിയിട്ടുന്നു, വിദേശത്ത് പോകുന്നു. ഉദ്യോഗസ്ഥന്മാരാവട്ടെ തങ്ങൾ എന്തൊക്കെ അരുതായ്മയാണോ ഉള്ളത് ആ അരുതായ്മകൾ വിടുവരെ ചെയ്യുന്നു. ഞാൻ അതിനോട് കണക്ട് ചെയ്ത് പറയുകയല്ല. ഗുണ്ടകളെ പ്രതിരോധിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുണ്ടകളുടെ സേവനം പറ്റി അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിയെ ആക്രമിക്കുന്നതിൽ നിന്നും പ്രതിരോധിക്കേണ്ട മന്ത്രിമാരും MLA-മാരും അൻവറിനെ പോലെയും ചാണ്ടിയെ പോലെയും മണിയെ പോലെയും ഉള്ളവർ പ്രകൃതിയെ കാർന്നു തിന്നുന്ന ക്യാൻസറുകളായി മാറുന്നു. എവിടെയാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്? അതുകൊണ്ട് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് വന്നതിനേക്കാൾ വലിയ ഡോസാണ്. ഞാൻ ഡോക്ടർ ജയരാജനോടും എന്റെ കോൺഗ്രസ് പ്രതിയോടും പറയുന്നത്, വന്നതൊരു പാഠമാക്കി എടുത്തുകൊണ്ട് ഇനിയെങ്കിലും ഉത്തരവാദപ്പെട്ടവർ കണ്ണു തുറക്കുമോ എന്നുള്ള അതിഭീകരമായ ഒരു ഭാവി ചോദ്യചിഹ്നമാണ് എന്റെ മുമ്പിൽ കാണുന്നത്. വന്നതിനേക്കാൾ ഞാൻ ഭയക്കുന്നത് വരാനിരിക്കുന്നതിന്റെ ഭീതിയാണ്. അതിനെ പ്രതിരോധിക്കാൻ നേതൃത്വം കൊടുക്കാവുന്ന ഒരു തലമുറ, ഒരു ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണകൂടം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. യെസ്, മാഷുടെ ആശങ്ക ഞങ്ങളും പങ്കുവയ്ക്കുന്നു. നമുക്ക് നവകേരള സദസ്സ് നടത്താൻ പണമുണ്ട്, കേരളീയം നടത്താൻ പണമുണ്ട്, ലോക കേരള സഭ നടത്താനും കോടികളുണ്ട്. പക്ഷേ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് പണമില്ല. ഡോക്ടർ ജയരാജ്, വളരെ പ്രസക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ജയചന്ദ്രൻ മാസ്റ്റർ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് താങ്കൾ മറുപടി പറയും എന്നാണ് ഞാൻ കരുതുന്നത്.